ആദ്യ ഗുരു അച്ഛനാണ്. പിന്നെ ഗുരു എൻ്റെ അമ്മാവൻ മാധവൻ നമ്പീശൻ. അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. അച്ഛൻ സംഗീതജ്ഞൻ, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ക്രാഫ്റ്റ് എല്ലാം അറിയുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഗുരു PKG വാര്യർ. PKG വാര്യർ കവിയായിരുന്നു, ഒരു സകലകലാവല്ലഭൻ എന്ന് പറയാം. എൻ്റെ കലാപരമായ സിദ്ധികളെ വളർത്തിയെടുക്കുന്നതിൽ, അടിസ്ഥാനപരമായി വളർത്തിയെടുക്കുന്നതിൽ ഈ ത്രിമൂർത്തികളാണ്. ഒന്ന് ആദ്യ ഗുരു അച്ഛൻ, അദ്ദേഹം സംഗീതം, നാടകം, അമ്മാവൻ ചിത്രരചന. അന്ന് PKG വാര്യരുടെ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, ഗ്രാമീൺ എന്നാണ് പേര്. അതിലെ ചിത്രങ്ങളെല്ലാം വരച്ചത് അമ്മാവനായിരുന്നു, മാധവൻ നമ്പീശൻ. അപ്പൊ അദ്ദേഹം ചിത്രം വരയ്ക്കുമ്പോൾ എന്നെ അടുത്തിരുത്തും, ഒരു പെൻസിലൊക്കെ തരും, നീയും വരച്ചോന്ന് പറയും. അങ്ങനെ ചിത്രരചനയുടെ ഒരു പ്രചോദനം. അച്ഛൻ പിന്നെ വളരെ 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 ഗൗരവമുള്ള ആളായിരുന്നു. ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് അറിയാം. വീട്ടിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ സംഗീതം പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പിടിച്ചിരുത്തി പഠിപ്പിക്കും. വളരെ ഭക്തനായിരുന്നു. ഭക്തിരസം അത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വാര്യമാഷ് എല്ലാം. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ഇവിടെ വളർന്നത്. 3 വയസ്സിൽ വരാൻ കാരണം, വീട്ടിൽ ഞാൻ വളരെ വികൃതിയുള്ള കുട്ടിയായിരുന്നു. അപ്പം അച്ഛൻ മാഷാണ്. അപ്പം അമ്മ പറയും, നിങ്ങൾ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കുളി, എന്നിട്ട് ആ സ്കൂളിൽ പോയിട്ട് അവിടെ ഇവിടെ ഇരുത്തിക്കോളും. അങ്ങനെ 3 വയസ്സിൽ ഇവിടെ വന്ന് ബെഞ്ചിലിരിക്കുന്നു, അച്ഛനുണ്ട്. വികൃതി കാണിച്ചാൽ നല്ല അടി കിട്ടും. അന്നൊക്കെ സ്കൂളിൽ മാഷന്മാരെ അടിക്കും. സ്കൂൾ മാഷന്മാർ വന്നു കഴിഞ്ഞ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആദ്യം മേശപ്പുറത്ത് ചൂറിലൊന്ന് വെക്കും, ഒരു കണ്ണിച്ചോറിൽ വെക്കും. മാഷന്മാരൊക്കെ അത് ഒരു ചൂറിലെടുത്ത് ആദ്യം വെക്കും. അത് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഒരുമാതിരി പേടിക്കും. അച്ഛൻ കുട്ടികളെ നല്ലോണം അടിക്കുമായിരുന്നു, മുട്ടിൻ്റെ താഴോട്ട്. പക്ഷെ അമ്മാവനും വാര്യമാഷൊക്കെ ഇത് കാണിച്ച് പേടിപ്പിക്കുകയുള്ളൂ. വല്ലപ്പോഴൊക്കെ ഒന്ന് ചുട്ടും, അത്രയേ ഉള്ളൂ. അച്ഛൻ അതല്ല, അച്ഛൻ ഭയങ്കരമായിട്ട് അടിക്കുകയായിരുന്നു. അച്ഛൻ്റെ അടി ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 3 വയസ്സിൽ വന്നു തുടങ്ങി. അത് സ്കൂളിൽ വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അമ്മ അയക്കുന്നതാണ്. പിന്നീട് 4 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചേർത്തി. അന്നൊക്കെ 5 വയസ്സിലേ ചേർക്കാൻ പാടുള്ളൂ. 1 വയസ്സ് അധികം ചേർത്തിട്ട് സ്കൂളിൽ ചേർത്തിയെന്നാണ് പറയുന്നത്. അപ്പോഴും അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ ശിക്ഷണത്തിലാണ്, അച്ഛൻ്റെ ക്ലാസ്സിൽ. ഭയങ്കര അടിയാണ് വികൃതി കാണിച്ചാൽ. അപ്പം അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അക്ഷരം പഠിക്കുന്നത്, അതുപോലെ ഈ കലാപരമായിട്ടുള്ള ഇതൊക്കെ പഠിക്കുന്നത് ഈ സ്കൂളിൽ നിന്ന്. അപ്പം എൻ്റെ ബേസ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് വിദ്യാലയത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസിദ്ധ സംവിധായകൻ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്, ഒന്ന് അച്ഛൻ നൽകിയിട്ടുള്ള ഈശ്വരവിശ്വാസം, പിന്നെ ഈ അധ്യാപകന്മാരുടെ ഗുരുത്വം, 3 അക്ഷരം എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം അതായിരുന്നു. ആ ബലം കൊണ്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. ആ യാത്ര എന്നെ ഈ നിലയിൽ എത്തിച്ചു. അപ്പോൾ ഇതൊരു മഹാഭാഗ്യമാണ്. അത് വളരെ അപൂർവമായി ലഭിക്കുന്ന ജീവിതത്തിലെ ഒരു ഭാഗ്യമാണ്. എന്താണ്? താൻ പഠിച്ച ആദ്യാക്ഷരം പഠിച്ച സ്കൂളിൻ്റെ 100-ാം വർഷത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരവും അവാർഡുമാണ്. ഇത് ഞാൻ ഭംഗിവാക്കൊന്നും പറയുന്നതല്ല. കാരണം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് എൻ്റെ എല്ലാ അഭ്യാസങ്ങളും, വിദ്യാഭ്യാസവും സംഗീതവും എല്ലാം ഉള്ളത്. അതുകൊണ്ട് ഭംഗിവാക്ക് പറയുന്നതല്ല. ഏറ്റവും വലിയ സിനിമാ ജീവിതത്തിലെ എൻ്റെ അംഗീകാരം ഏതാണെന്ന് ചോദിച്ചാൽ ഈ 100-ാം വർഷം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഞാൻ എവിടെയും പറയും.
ഇത് അപൂർവമായ അവാർഡാണ്. ആർക്ക് സാധിക്കും ഇത്? അപൂർവമായ അവാർഡല്ലേ? കാരണം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഓർമ്മയില്ല. അവർക്ക് എവിടെയാണെന്നറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോയെന്നറിയില്ല. ഈ മുറ്റത്ത് ഓടി നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് വിമാനം കാണുന്നത് സ്കൂളിൽ. അന്നൊക്കെ വിമാനം വളരെ അപൂർവമാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ മാഷ്മാർക്ക് ആ കുട്ടികളൊക്കെ ഇറങ്ങിക്കോളി മുറ്റത്തേക്ക് വിമാനം കാണിച്ചു തരുന്നത്. മേലോട്ട് നോക്കും. അപ്പം മേഘങ്ങൾക്കിടയിലൂടെ ഒരു ഒന്നിങ്ങനെ മൂവിയെന്ന് കാണാം. അതാണ് വിമാനം. ആദ്യ വിമാനം കാണുന്നത് ഈ മുറ്റത്ത് വെച്ചാണ്. ആദ്യ ആനയെ കാണുന്നത് ഈ മുറ്റത്ത് വെച്ചാണ്. അന്നൊക്കെ വീട് കഴിഞ്ഞാൽ സ്കൂളല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആദ്യം കാറ് കാണുന്നത്, ലോറി കാണുന്നത്, കാളവണ്ടി കാണുന്നത് ഇതെല്ലാം ഈ മുറ്റത്ത് വെച്ചാണ്, ഈ പള്ളിപ്പറമ്പ് സ്കൂളിൽ. ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. ഒരു കഥ പറയാം. ഒരു കഥ, ഞാനൊരു കളവ് പറഞ്ഞ കഥ, അത് എന്നെ ജീവിതകാലം മുഴുവൻ ഹോണ്ടിങ്. ഇപ്പോഴും ഒരു കളവ് പറഞ്ഞ കഥ. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ ഒരുപാട് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യും. ബൊമ്മകൾ ഉണ്ടാക്കും, കളിക്കോപ്പുകൾ ഉണ്ടാക്കും, മ്യൂസിക് വയലിൻ ഉണ്ടാക്കും, ഓടക്കോയിൽ ഉണ്ടാക്കും. PKG വാര്യരുടെ കൂടെയാണതെല്ലാം. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ PKG വാര്യരുടെ വീട്ടിലാണ് ക്യാമ്പും വായനശാലയിലൊക്കെ ആയിട്ട്. അവിടെയൊക്കെ സംഗീതവും കാര്യമൊക്കെ ആയിട്ടാണ്. അപ്പം അച്ഛനിങ്ങനെ ചെറിയ ചെറിയ ബൊമ്മകൾ ഉണ്ടാക്കും പങ്ങൾ. അപ്പം എനിക്കൊരു ബൊമ്മ തന്നു. ഇത് പഠിച്ചു. അതായത് ഈ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഞാനുമ്മ കളിക്കും ബൊമ്മ, ചെറിയ ബൊമ്മ. അന്നൊക്കെ ഒരു ബൊമ്മ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ ബൊമ്മ എനിക്ക് തന്നു. അന്ന് അത് ഒരു ബൊമ്മ കുട്ടിക്കാലത്ത് അറിയാം, 5-6 വയസ്സൊക്കെ ഉള്ളത്. അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്, ആർക്കും കൊടുക്കാതെ കൊണ്ട് നടക്കുകയാണ്. അത് കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ. എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ ബൊമ്മ നഷ്ടപ്പെട്ടു പോയി. അത് പേടിയായി. അടി ഭയങ്കര, മുട്ടിൻ്റെ താഴെ തോലുണ്ടാവില്ല. അപ്പം അങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട്, എവിടെ എൻ്റെ ബൊമ്മ? അപ്പം എൻ്റെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഉണ്ണി എന്നാ പേര്. അടുത്തൊരു കുട്ടി ഉണ്ണി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോയെന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണി എന്നോട് വാങ്ങി, ഓൻ തിരിച്ചു തന്നില്ല. അച്ഛൻ്റെ അടി രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ വാങ്ങിയിട്ട് തിരിച്ചു തന്നില്ലാന്ന് പറഞ്ഞു. അച്ഛൻ വിളിച്ചു, ഇവിടെ വിളിച്ചു വന്നെ. നീ അതെവിടെ? അയ്യോ എൻ്റെ തമ്പരാനെ. അത് തമ്പരാനെ നോക്കിയാൽ വിളിക്കുക. എനിക്ക് തന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നിലവിളിക്കാൻ തുടങ്ങി. എടാ നീ കൊടുത്തിരുന്നു? ഇവൻ വാങ്ങി. പിന്നെ പറയണ്ട, അവന് അടിയോടടിയാണ് മുട്ടിക്ക് താഴെ ഭയങ്കരമായി. അവൻ നിലവിളി, ഒന്ന് പറയും, ഞാൻ വാങ്ങിയില്ല എന്ന് പറയും. ഞാൻ മിണ്ടാതെ അങ്ങനെ നിന്നു, ഒന്നും മിണ്ടില്ല. ഭയങ്കരമായിട്ട് അടിച്ചു. അവൻ്റെ ഓരോ അടിക്കും എൻ്റെ മനസ്സ് പടയാണ്. ഒന്നും ചെയ്യാന്ന് പറഞ്ഞില്ല. അച്ഛന് അത്ര ഭയമാണ് ആ കാലം, ഭയങ്കര. അപ്പം കുട്ടി നല്ല വിളിയൊക്കെ പാടിയായി. ഞാനാകെപ്പാടെ അപ്സെറ്റ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇൻ്റർവെൽ ടൈം അപ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ ബാക്കിൽ പോയിട്ട്, എടാ എനിക്കൊന്നിപ്പോൾ പോയി അവിടെ നിന്ന് ചീത്ത പറഞ്ഞത്. പിന്നെ അവൻ്റെ കൈ കലക്കാൻ ഒഴിഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ ആകെപ്പാടെ അപ്സെറ്റ്. അത് ഈ കള്ളന്മാരെ കണ്ട ഉടനെ മാഷന്മാർ മനസ്സിലാക്കില്ല. എൻ്റെ മൂടും ഇതൊക്കെ പാടെ കണ്ടപ്പോൾ അച്ഛനെന്തോ സംശയം തോന്നി. ഒന്നും വേണ്ടിയില്ല. രാത്രി എന്നെ വിളിച്ചു വീട്ടിൽ നിന്ന്, ഇവിടെ വന്നു, സത്യം പറ, അവന് കൊടുത്തിട്ട് നന്ദി. അപ്പോഴേക്ക് പിന്നെ സത്യം പറയാൻ വാക്ക് കിട്ടണ്ടേ, കരയാൻ തുടങ്ങി. നീ കള പറഞ്ഞല്ലേ? അതെ അച്ഛാ. നീട്ട് കൈ നീട്ടിക്കൊടുത്തു. ഭയങ്കരമായിട്ട് അടിച്ചു. അടിയോട് അടി കണ്ടപ്പോഴേക്ക് അമ്മ ഓടി വന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളെ? നിർത്തി. കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങത്തേക്ക് എന്നെ വിളിച്ച് മടിയിലിരുത്തി പറഞ്ഞു, മോനെ, കളവ് പറഞ്ഞാൽ കള്ളനാണ്, കളവ് പറഞ്ഞാൽ കള്ളന് സമാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അത് ഓർമ്മിച്ചോ. അതിനു വേണ്ടിയാണ് ഇതിനെ ഞാൻ അടിച്ചിട്ടുള്ളത്. കളവ് പറയുന്നത് എന്ത് വന്നാലും പറയരുത്. സത്യം പറഞ്ഞിട്ട് എന്ത് വേണേലും വന്നോട്ടെ, കളവ് പറയരുത്. ഇതെൻ്റെ മനസ്സിൽ അന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ കളവ് പറയാറില്ല. തമാശയ്ക്ക് പറയും,
സീരിയസ് ആയിട്ട് ഞാൻ കളവ് പറയാറില്ല, സത്യം പറയാൻ ആരെയും ഭയവുമില്ല. ഇതിൻ്റെ പാഠം അച്ഛൻ നൽകിയതാണ്. അതെൻ്റെ മനസ്സിൽ. അപ്പോഴൊക്കെ ഞാൻ ഉണ്ണിയെ ഓർമ്മിക്കും. ഇപ്പോഴും ഈ മുറ്റത്ത് വന്നപ്പം ആ പാടെ അക്ഷരം ആ ഉണ്ണി അടിച്ച് നിലവിളിക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങൾ. സത്യം സർവധനാൽ പ്രധാനം. ഇത് എഴുതി പഠിപ്പിക്കണം മാഷുമാര്. ഇത് കോപ്പി എഴുതാൻ മാത്രമല്ല, മാതാപിതാ ഗുരുദൈവം വിദ്യാധനം സർവധനാൽ പ്രധാനം, ഇതൊക്കെ ഇവിടുത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ പഠിച്ച വഴി വിട്ടിട്ടൊന്നുമില്ല, അത് മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട് ഞാൻ. അത് കൊണ്ട് നടക്കണം. അത് കൊണ്ട് നടന്നത് കൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 അക്ഷരം അധ്യാപകന്മാർ പഠിപ്പ് കഴിഞ്ഞ് പോകുമ്പം ആ വിരൽ തലയിൽ വെച്ചിട്ടിടാ നീ നന്നായി വരും എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന് വിലയിപ്പില്ല. നന്നായി വരട്ടെ എന്ന് മൂർധാൽ വെച്ചിട്ട് ഒരു അധ്യാപകൻ പറഞ്ഞാൽ അവൻ നന്നായി വരും. ഈ ഭൂമിയിലെ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് അധ്യാപകൻ്റെതാണ്. അധ്യാപകന്റെ തൊഴിലാണ് ഏറ്റവും നല്ല തൊഴിൽ. കാരണം ഇപ്പം ഇവിടെ തന്നെ നോക്കുക, ഈ അധ്യാപകന്മാരുടെ മുന്നിലൂടെ എത്ര കുട്ടികൾ പഠിച്ചു പോയി, ഏതെല്ലാം മേഖലകളിൽ അവർ ഉന്നതന്മാരായി. അതൊരു ഭാഗ്യല്ലേ? ഏറ്റവും നല്ല തൊഴിൽ. ഇപ്പം ഞാൻ കുറച്ചു കാലം അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി ഹൈസ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്, തളി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാൻ വെച്ചാൽ, ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒരു മിലിറ്ററി ഓഫീസർ മീശൊക്കെ വെച്ചിട്ട് എന്നെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റു. സാർ ഇരിക്കണ, മനസ്സിലായില്ല സാർ, ഞാൻ തളി സ്കൂളിൽ പഠിച്ച വെങ്കട്ടരാമനാണ്. നീ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം മിലിറ്ററിയിൽ മേജറാണ്. അതാ ഞാൻ പറഞ്ഞത്, 4 അക്ഷരം പഠിപ്പിച്ചുള്ള ഒരു അധ്യാപകനെ കണ്ടതിന് മുമ്പിൽ ഇന്ത്യയിൽ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും തല കുനിച്ചു അധ്യാപകന്റെ മുമ്പിൽ. ഇതാണ് ആ തൊഴിലിന്റെ മെച്ചം. അധ്യാപകൻ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞാലുള്ള ഗുണം അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്കൂളിൽ കഥകൾ പറയാണ്. ഞാൻ ഈ സ്കൂളിൽ നാടകങ്ങൾ അയച്ചിട്ടുണ്ട്, അച്ഛനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ധ്രുവചരിതം നാടകം. ധ്രുവൻ എൻ്റെ അനിയനായിരുന്നു വിശ്വനാഥൻ, ഞാൻ ഉത്തമനായിരുന്നു. സൈനന്ദർ ഗീചകം ഇതൊക്കെ അച്ഛൻ്റെതാണ്. PKG വാറിന് കഥാപ്രസംഗം, കവിത ചൊല്ലാൻ, മാമ്പഴം കവിതയൊക്കെ കഥാപ്രസംഗമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വാരമാഷ് അത് അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും ആളുകളൊക്കെ കരയാൻ തുടങ്ങും. അത്രത്തോളം എമോഷണലായിട്ട് വാരമാഷ് അവതരിപ്പിക്കുകയും. അതേമാതിരി പ്രച്ഛന്ന വേഷം കെട്ടിച്ചിട്ടുണ്ട് വാരമാഷ്. അതൊരു ട്രെയിനിങ്ങാണ്. അപ്പം അന്നൊക്കെ അതിന് വളരെ മടിയുണ്ടാവും. പക്ഷേ മടിയൊന്നും മാഷ് സമ്മതിക്കില്ല. പ്രസംഗിക്കാൻ പറയും. പ്രസംഗിക്കാൻ എനിക്കറിയോ? ഞാൻ ഇന്നു മുമ്പ് ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വാരമാഷാണ്. സ്കൂളിൽ പ്രസംഗിക്കാൻ മടിയാണ് എനിക്ക്. ഇവിടെ വാടാ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു അധ്യാപകന്മാരുടെ ലാളനയും ശാസനയും എല്ലാം ലഭിച്ച് അതേമാതിരി ജീവി വരുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിക്കാനുണ്ട് എന്നെക്കാളൊക്കെ മഹാന്മാരായിട്ടുള്ള നവാസ് കൂണൂരുണ്ട്, ഡോക്ടർ പീയൂഷുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തച്ചപ്പോയിൽ, പള്ളിപ്പുറം, പൂനൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ആ ജനങ്ങളുടെ സൗഹൃദം. ഇപ്പം നമ്മൾ ജാതി മതമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ആരും ജാതി മതം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മമാരും ഒക്കെ ബന്ധുക്കൾ മുസ്ലിങ്ങളായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ വല്യമ്മവരെ കാണാൻ അന്ന് വൈകുന്നേരം ആകുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ കാര്യങ്ങളായിട്ട് വരും. അതേമാതിരി അച്ഛനും പള്ളിപ്പുറത്തില്ലോ. അന്നൊന്നും ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള ഒരു ചിന്തയാർക്കും ഇല്ല. എല്ലാവരും മനുഷ്യന്മാരെന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിപ്പുറം പോലൊരു ബാലുശ്ശേരിയൊക്കെ സ്ഥലമുണ്ടല്ലോ, താമരശ്ശേരിയൊക്കെ. നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതപ്പെടും. ഞാൻ 6ാം തരത്തിൽ പഠിക്കുമ്പോൾ
4 മണിക്ക് സ്കൂൾ വിട്ട് പുറത്തു വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ജാഥ നടക്കുന്നു. അതിന് മുമ്പിൽ പള്ളിപ്പുറത്തിലത്തെ പീകായിമാരുടെ അച്ഛൻ ജയചന്ദ്രപുരിയും എൻ്റെ അച്ഛനും ഞാൻ കണ്ടതാണ്. അന്നതൊരു ചർച്ചാ വിഷയമായിരുന്നു. എന്താണ് ഈ ഇവര് നമ്പൂരി നമ്പീശനൊക്കെ മുസ്ലിങ്ങളുടെ ജാഥയിൽ പോയി ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ അന്ന് ആര്യമാഷ അച്ഛൻ ജയചന്ദ്രപുരി പറഞ്ഞു, ഇവിടെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യം വരുന്ന അന്വേഷിക്കുന്നത് പാലമാക്കിലെ മുഹമ്മദ് ഹാജിയാണെന്ന്. അപ്പൊ ഞങ്ങള് അവരെ കൂടെ പോകാൻ എന്താ തെറ്റെന്ന് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വളരെ സൗഹൃദമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമ്മുടെ പള്ളിപ്പുറം തച്ചമ്പൂർ പൂനൂർ നവാസ് പൂനൂരൊക്കെ വരണമെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാരണം എനിക്കറിയില്ല ഇപ്പോഴത്തെ സംഗതികളൊന്നും. എൻ്റെ കുട്ടിക്കാലം ഓർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ മുത്തശ്ശീൻ്റെ കൂടെ വരെ പാത്തുമ്മയും ഒക്കെ വന്നിട്ട് സംസാരിക്കുകയും ഇരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അന്തരീക്ഷമൊക്കെ പോയി. അതൊന്നും ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ബാല്യകാലത്തിലെ അന്തരീക്ഷം ഏറ്റവും മനോഹരമായിരുന്നു, സുന്ദരമായിരുന്നു, മനുഷ്യരുടെ അതാണ്. അപ്പം അങ്ങനെ ഒരുപാട് കഥകൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും ഉന്നത രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ ശാന്ത, ഞങ്ങൾക്ക് ബന്ധുക്കളാണ്, മകള്, ഇവിടുത്തെ പിന്നെ നാട്ടുകാർ ഇത്രയും ഉന്നതമായ രീതിയിൽ പുരോഗമിപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് നാട്ടുകാർക്കും അധ്യാപകന്മാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന, വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ 100ാം വർഷത്തിനും ആവേണ്ടി വന്നോ എന്നെ ക്ഷണിക്കാൻ എനിക്കിപ്പം തോന്നി. ഇവിടെ പല കാര്യങ്ങളും നടന്നതായിട്ടും ഇവിടെ പ്രവീൺ നമ്പൂതിരിയൊക്കെ പറഞ്ഞു, ഈ 100ാം വർഷത്തിന് കാത്തിരുന്നതിൻ്റെ കാര്യം എന്താണ്? എൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ. അതെനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല ഇപ്പം എന്നെ ഇവിടെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വരാൻ. പറഞ്ഞില്ല, എൻ്റെ അച്ഛനും അമ്മാവനും ഉള്ള കുടുംബക്കാരുള്ള ദിക്കിലേക്ക് എനിക്ക് ക്ഷണന ആവശ്യമില്ല. പക്ഷേ ഏതായാലും ഇതൊരു ധന്യമുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുണ്ട്. എക്കാലം ഓർമ്മിക്കാവുന്ന, ഞാനിവിടുത്തെ ഓർമ്മകളെ ഇനി കൂടുതൽ പറയാൻ പോയിട്ടില്ല. ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് സ്മരണകൾ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച, അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളുണ്ടായിരുന്നു, ഇവിടേക്കുള്ള കുട്ടികളുണ്ടായിരുന്നു, നാടകത്തിൽ അഭിനയിച്ച കുട്ടികൾ, പാട്ടുപാടിയുള്ളവർ ഏക്കെ എവിടെയാണ് എന്താണെന്ന് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുകയാണ് എനിക്ക്. ഒരാളെങ്കിലും കാണാൻ പറ്റിയത് അല്ല? ആരാ ഉണ്ടോ? അത് ഞാൻ പറയാം, ആരെയും കാണാനില്ല. ഏതായാലും അവരുടെ കുട്ടികളും സന്തതികളും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാ? കൃഷ്ണൻകുട്ടി, നാരായണൻകുട്ടി, ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ സമീപങ്ങളിൽ. ആ പുതിയാമ്പത്ത് ആണോ? അത് ശരി. അതെ അല്ല ഞാൻ പറയാം, അതൊരു ഒരു വല്ലാത്തൊരു അന്തരീക്ഷം തന്നെയാണ് വാസ്തവം. അവരൊന്നും കാണാത്തത് ആരെങ്കിലുമൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പഴയ ആളുകളെ പഴയ ആളുകളെ ആരെങ്കിലുമൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്. ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു മാളും കാർത്തിയാണി പെണ്ണുക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കുട്ടികൾ. കൊത്തങ്കല്ല് കളിക്കാൻ പഠിപ്പിച്ച ഒരു പെണ്ണുക്ക ഉണ്ടായിരുന്നു ഇവിടെ, കൊത്തങ്കല്ല് കളിക്കാൻ പഠിപ്പിച്ചത് ആ കാലത്ത്. അല്ല ഞാൻ പറഞ്ഞു, അവരെ ആരെങ്കിലും കാണാൻ വിചാരിച്ചു, വല്ല മുത്തശ്ശിമാരായിട്ട് ആരെയും കാണാനില്ല. എന്തോട്ടെ, ഏതായാലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കിയതിനും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനും ഞാനിതിൻ്റെ ഭാരവാഹികൾ, മാനേജർമാരുണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, നേരത്തെ തന്നെ സാർ എന്ന് വിളിച്ചിട്ടുള്ള ഹരിഹരൻ സാർ എന്ന് വിളിച്ചിട്ട് അയ്യോടെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ നന്ദി. എനിക്ക് ഇങ്ങനെയുള്ള അവസരത്തിൽ വരാൻ വിചാരിക്കുന്നു. ആളുകൾ ഒരുപാട് പ്രസംഗിക്കാനുണ്ട്, അതുകൊണ്ട് ഒരുപാട് കഥകൾ ഞാൻ പറയാൻ പോകുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രസംഗിക്കുന്നത് കേൾക്കാൻ.